യേശു കർത്താവ് പത്രോസിനെയും അന്ത്രയോസിനെയും കണ്ടു, അവരെ വിളിച്ചു, എന്നെ അനുഗമിപ്പീൻ. ഉടനെ അവർ വല വിട്ടു യേശുവിനെ അനുഗമിച്ചു. ഉടനെ എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോ? ഞാൻ വീട്ടിൽ പോയി ആലോചിച്ചിട്ട് വരാം എന്ന് പറഞ്ഞില്ല. സുവിശേഷ യോഗങ്ങളിൽ, സഭായോഗങ്ങളിൽ വചനം കേൾക്കുമ്പോൾ ഉടനെ പ്രതികരിച്ചാൽ ഉടനെ ഡെലിവറൻസാണ്. പരിശുദ്ധാത്മാവുണ്ട്, ദൂതന്മാരുണ്ട്, നിങ്ങൾക്കുള്ള അനുഗ്രഹം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാവിനെ സർവശക്തൻ സൃഷ്ടാവ് തൊട്ട് ജീവൻ തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറയാണ്, ഞാൻ വീട്ടിൽ പോയി ആലോചിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം പോയി. കാരണം നിങ്ങളെ വഴി വെച്ച് ഒരാൾ കാണുകയാണ്. നിങ്ങൾ സാമ്പത്തികമായി തകർന്നിരിക്കുമ്പോൾ ഒരു സായിപ്പ് കണ്ടിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ ഒരു 10 ലക്ഷം രൂപ തരട്ടെ. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ വീട്ടിൽ പോയി ആലോചിക്കാമെന്ന് പറയൂല്ല. സുവിശേഷത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ആലോചിക്കാമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഇതിനെ വില കുറച്ച് കണ്ടിട്ടല്ലേ? എന്നാൽ ഇത് വില കുറഞ്ഞ സാധനമല്ല. ഇത് ദൈവം തമ്പുരാൻ തരുന്ന അമൂല്യനിധിയാണ്. അതങ്ങനെ കരുതിയാൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. അവർ ഉടനെ പ്രതികരിച്ചു, യേശുവിനെ അനുഗമിച്ചു. വല വിട്ടു എന്ന് പറഞ്ഞാൽ പിടി വിട്ടു എന്ന് നമ്മൾ പറയത്തില്ല. ഈ ലോകത്തിലുള്ള പിടി വിട്ടു. എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത്. എൻ്റെ മാതാപിതാക്കളുടെ സന്തോഷമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമാണ് എൻ്റെ ഉപജീവനത്തിൻ്റെ അധ്വാനത്തിൻ്റെ അർത്ഥം. അവരെ ദൈവം പുലർത്താമെന്ന്, നീ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായിട്ട് ദൈവം കരുതുമെന്ന്. ദൈവം വിടാൻ പറഞ്ഞാൽ അങ്ങ് വിട്ടേക്കുക. പറയാതെ വിടണമെന്നല്ല, ദൈവം സംസാരിച്ചാൽ വിടേണ്ടതങ്ങ് വിടുക. യേശു പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും വീട്ടിൽ ചെന്ന് ദൈവം വീട്ടിൽ വന്നെന്ന്. പത്രോസിൻ്റെ അമ്മായിയമ്മയെ തൊട്ട് സുഖമാക്കിയെന്ന്. അവർ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്വസ്ഥതയും സമാധാനവും അവരുടെ വീട്ടിൽ അനുഭവിക്കാൻ തുടങ്ങി. പത്രോസിനും അന്ത്രയോസിനും മനസ്സിലായി, ഇതൊരു നിസ്സാര കാര്യമല്ല. ദൈവം വീട്ടിലിറങ്ങി വരുന്നതിനേക്കാൾ വലുതൊന്നുമില്ലെന്ന്.